വർഷമായി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഒരു നിശബ്ദ വിപ്ലവം നടന്നു വരുന്നുണ്ട്. 2018 കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നടത്തിയ പഠനത്തിൽ സ്ത്രീകളിലെ ഗർഭാനന്തര പ്രസവാനന്തര വിഷാദ രോഗങ്ങൾ കൂടി വരുന്നതായി കണ്ടെത്തി. ഇതേ തുടർന്ന് കോഴിക്കോട് എംഹാൻസുമായി ചേർന്ന് മാനസം എന്ന പേരിൽ പെരിനാറ്റൽ ക്ലിനിക്കും തുടങ്ങി. ആദ്യകാലങ്ങളിൽ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമുണ്ടായിരുന്ന ക്ലിനിക് പക്ഷേ കൊറോണയോടെ പൂട്ടിപ്പോയി. എന്നാൽ ഇപ്പോൾ വീണ്ടും സജീവമായി ഗർഭിണികളുടെയും അമ്മമാരുടെയും അത്താണിയായി മാറിയിരിക്കുകയാണ് മാനസം. ലോകത്ത് 5-1 സ്ത്രീകൾക്കും പെരിനാറ്റൽ ഡിപ്രഷനോ ആങ്സൈറ്റിയോ സൈക്കോട്ടിക് ഡിസോർഡറോ അനുഭവിക്കുന്നുണ്ടെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ കണക്കുകൾ. 2024 മെയ് ലക്കത്തിലെ സെയ്ജ് ജേണലിൽ ഇന്ത്യയിലെ കോടിക്കണക്കിന് അമ്മമാരുടെ നിശബ്ദ പോരാട്ടം എന്ന് പേരിട്ട ഒരു പഠനത്തിൽ ഞെട്ടിക്കുന്ന ചില വസ്തുതകൾ വിവരിക്കുന്നുണ്ട്. 2012 മുതൽ 2023 വരെ കേരളം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നടത്തിയ 2 പഠനങ്ങളിൽ 48.5% വരെ, അതായത് പകുതിയോളം സ്ത്രീകളെ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ ബാധിക്കുന്നുവെന്നാണ് വെളിപ്പെടുത്തൽ. ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നുമുള്ള സമ്മർദ്ദങ്ങൾ, തൈറോയിഡ്, മറ്റു ഹോർമോൺ വ്യതിയാനങ്ങൾ, കുട്ടികളുടെ അനാരോഗ്യം, ജോലിഭാരം, ഉറക്കക്കുറവ് തുടങ്ങിയവയെല്ലാം ജീവിതത്തിന്റെ അല്ലെങ്കിൽ ശരീരത്തിന്റെ ഭാഗമാണെന്ന് കരുതി നിശബ്ദം സഹിക്കുന്നതാണ് പെരിനാറ്റൽ ഡിപ്രഷനിലേക്കും സൈക്കോസിസിലേക്കും നയിക്കുന്നതെന്നും പഠനം പറഞ്ഞു വെക്കുന്നു. രോഗമാണെന്ന് സ്വയം തിരിച്ചറിയാനോ കുടുംബാംഗങ്ങൾക്ക് രോഗം തിരിച്ചറിയാൻ കഴിയാതെ പോകുകയോ ചെയ്യുന്നത് കാരണം മരണം വരെ ചികിത്സ ലഭിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ വളരെ വൈകി മാത്രം ചികിത്സ ലഭിക്കുകയോ ചെയ്യുന്നു. ഇത് അമ്മയും കുഞ്ഞും തമ്മിലുള്ള കുടുംബ വ്യക്തി ബന്ധങ്ങളും അനാരോഗ്യകരമായി തീരാൻ കാരണമാകുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയ്ക്കെത്തുന്ന ഗർഭിണികളുടെയും അമ്മമാരുടെയും മാനസികാരോഗ്യ നിലയിൽ വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുവെന്ന റിപ്പോർട്ടിനെ തുടർന്നാണ് മെഡിക്കൽ കോളേജ് തന്നെ മുന്നിട്ടിറങ്ങി മാനസം എന്ന പെരിനാറ്റൽ മെന്റൽ ഹെൽത്ത് ക്ലിനിക് തുടങ്ങിയത്. പെൺകുട്ടികൾ പ്രായപൂർത്തിയാക്കുന്നത് മുതൽ ബോധവൽക്കരണം നൽകണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്നത്. ആക്ച്വലി ഈ പ്രോബ്ലം ചിലപ്പോൾ നമ്മൾ സ്കൂളിൽ വെച്ചിട്ട് കുട്ടികൾക്ക് തുടങ്ങാം. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, പേരൻസ് അവർക്ക് ആദ്യം ഗൈഡ് ചെയ്യണം. അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഡോക്ടേഴ്സ് കാണിക്കണം. രണ്ടാമത് ചില നമ്മളെ പഠനത്തിൽ കാണുന്നത് ഈ ജനിക്കുന്ന കൊച്ചിന് കൂടി ഈ പ്രോബ്ലംസ് വരാം. ഇത് 5-1 ഗർഭിണി, അതായത് 5 ഗർഭിണി ഉണ്ടെങ്കിൽ അതിൽ ഒരാൾ ഇതിൻ്റെ ഗുരുതരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളാണ്. അപ്പം അതിൽ നിങ്ങൾ ഒരാളല്ല എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സ്ക്രീനിങ് ചെയ്യുക. ഇപ്പം നിങ്ങൾക്ക് സ്കോർ കൂടുതലുണ്ടെങ്കിൽ അതിനുള്ള നടപടികൾ നമുക്ക് കൃത്യമായിട്ട് നമ്മൾ സ്വീകരിക്കും. ഗർഭാനന്തര പ്രസവാനന്തര കാലഘട്ടങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ മനസ്സ് പതറിപ്പോകുന്നതും തകർന്നു പോകുന്നതുമൊക്കെ സ്വയം തിരിച്ചറിയാൻ പലപ്പോഴും പലർക്കും സാധിച്ചെന്ന് വരില്ല. വിഷമങ്ങളെയെല്ലാം ഒറ്റയ്ക്ക് മറികടക്കേണ്ട കാലം. ഇതിനിടയിൽ കൂടെ ജീവിക്കുന്നവരാവട്ടെ എപ്പോഴും ഇവരുടെ ഈ അസാധാരണ പെരുമാറ്റങ്ങളെയെല്ലാം കുറ്റപ്പെടുത്തിയാകും മുന്നോട്ട് പോവുക. എങ്ങനെയാണ് അത്തരം പ്രതിസന്ധികളെയെല്ലാം മറികടക്കേണ്ടതെന്ന അജ്ഞത വേറെയും. അവിടെയാണ് അത്തരക്കാരെ കൂട്ടത്തോടെ കണ്ടെത്തി ചികിത്സിച്ച് വിടുന്ന മാനസം പദ്ധതി മാറ്റത്തിന്റെ തിരികൊളുത്തുന്നത്. 2018 തുടങ്ങിയപ്പോൾ ആഴ്ചയിലൊന്നും 2022 ഒക്ടോബർ മുതൽ 6 ദിവസവും ക്ലിനിക് പ്രവർത്തിച്ചു വരുന്നുണ്ട്. ലോകാരോഗ്യ സംഘടന നിർദ്ദേശിക്കുന്ന മാതൃകയിലുള്ള ചോദ്യാവലിയിലൂടെയാണ് ഗർഭിണികളിലും അമ്മമാരിലും സ്ക്രീനിംഗ് നടത്തി അസുഖം നേരത്തെ കണ്ടെത്തുന്നത്. നിങ്ങൾക്ക് വേണ്ട ക്വസ്റ്റ്യൻസ് അതിനകത്തുണ്ടായിരുന്നു. നമുക്കപ്പോൾ മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് പറയാൻ പറ്റുന്നുണ്ടായിരുന്നു. കൗൺസിലിങ്ങും കാര്യങ്ങളും തരുമ്പോൾ തന്നെ നമുക്കൊരു മനസ്സമാധാനമാണല്ലോ. ഫോം നല്ല കാര്യമാണ്. മറ്റുള്ളവരോട് പറയാൻ പറ്റാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിലൂടെ പറയാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് നമുക്കൊരു റിലീഫ് കിട്ടുമല്ലോ. നമ്മളാരോടൊന്നും ഈ സമയത്ത് പറയൂലല്ലോ. അപ്പം അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ കൗൺസിലിംഗ് കാര്യങ്ങൾ കിട്ടുമ്പോൾ കൂടുതൽ മൈൻഡ് ഫ്രീ ആകും. ഉണ്ടാവലുണ്ട്. നമുക്ക് ഈ ടൈമിന് പറയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് ആരും വരുമ്പോൾ ടെൻഷനൊക്കെ കയറൊക്കെ ചെയ്യും. അപ്പോൾ ചിലപ്പോൾ ചെറിയ ഒരു തെറ്റൊക്കെ ആരും ചീത്ത അറിയുമ്പോൾ നമുക്ക് ടെൻഷൻ കയറാം. അപ്പോൾ ഇതിന് ഈ ഫോം ഫില്ല് ചെയ്തത് ഒരു ക്ലാസ്സൊക്കെ വരുമ്പോൾ പിന്നെ മൈൻഡ് കുറേ ഫ്രീ ആകും. നല്ല കെയറിങ് ഉണ്ടാവും. ഭർത്താവിൻ്റെ അടുത്ത് നിന്ന് കെയറിങ് ഇല്ലെങ്കിൽ ക്ലാസ് എടുത്ത് ക്ലാസ് എടുക്കാറുണ്ട്. എൻ്റെ അനിയത്തിക്ക് ഇതേപോലെ ഒരു ക്ലാസ് കിട്ടിയിരുന്നു ഭർത്താവിനും. അപ്പോൾ നല്ലതുണ്ടായിരുന്നു, മാനസികമായിട്ടൊരിതുണ്ടായിരുന്നു. അപ്പോൾ അത് പിരിമുറുക്കൊക്കെ മാറി ക്ലാസ് കൊണ്ട്. മെൻ്റൽ സപ്പോർട്ട് ആരിൽ നിന്നുള്ള മെൻ്റൽ സപ്പോർട്ടാണ് വേണ്ടത്? കുടുംബക്കാരിൽ നിന്ന് കിട്ടേണ്ടത്. അതെന്തൊക്കെയാണ് വേണ്ടതെന്ന് ചോദിക്കുന്ന കാര്യങ്ങൾ ടിക്ക് ചെയ്യാൻ കുഴപ്പമില്ല. നമ്മളെ കാര്യങ്ങൾ എന്തുണ്ടെങ്കിൽ ഷെയർ ചെയ്യാനും പിന്നെ ഒരു കൗൺസിൽ ചെയ്ത് നമുക്കെല്ലാം പറഞ്ഞു തരാനൊക്കെ ഉപകാരപ്പെട്ട്. സിസ്റ്റം നല്ലതാണ്. പിന്നെ എല്ലാ മാനസിക സമ്മർദ്ദം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഓപ്പണായിട്ട് പറയാനുള്ളൊരു പ്ലാറ്റ്ഫോമായിട്ട്
ഇത് ഉപകാരപ്പെടും. ഇപ്പോൾ ഈ സമയത്ത് ഒരുപാട് മാനസിക സമ്മർദ്ദങ്ങൾ ഉണ്ടാവുമല്ലോ, അതിപ്പോൾ ഇങ്ങനെയെങ്കിലും നമുക്ക് ഒരാളോട് പറയാൻ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയൊരു ഹെൽപ്പല്ലേ ഒരാളോടൊരു കാര്യം തുറന്ന് പറയാന്നുള്ളത്. കോഴിക്കോട് ഇംഹാൻസ് കൂടി കൈകോർത്തുള്ള പദ്ധതിയാണ് മാനസം. 2024 ജനുവരി മുതൽ ഒക്ടോബർ വരെ 5015 സ്ത്രീകളെയാണ് സ്ക്രീനിങ്ങിന് വിധേയമാക്കിയത്. അതിൽ 1074 പേർക്ക് വിഷാദരോഗവും 50 പേർക്ക് മറ്റു മാനസികാരോഗ്യ പ്രശ്നങ്ങളും 24 പേർക്ക് ഗുരുതര മാനസികാരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത്. പൊതുവെ മാനസികാരോഗ്യ സേവനങ്ങൾക്ക് അല്ലെ മാനസികാരോഗ്യത്തിന് സർക്കാരുകൾ പ്രാധാന്യം കൊടുക്കുന്നത് ശാരീരിക ആരോഗ്യത്തെക്കാൾ മാനസികാരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുന്ന രീതി ഇന്ത്യയിലില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൽ തന്നെ വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു വിഭാഗമാണ് സ്ത്രീകൾ. അപ്പം അവരുടെ ആരോഗ്യത്തിനുള്ള മാനസികാരോഗ്യത്തിനുള്ള സ്ത്രീകളുടെ മാത്രമല്ല അമ്മമാരുടെ മാനസികാരോഗ്യ സേവനങ്ങൾക്കുള്ള പ്രാധാന്യം അത്രത്തോളം ഗവൺമെൻറ് കൊടുത്തു തുടങ്ങിയിട്ടില്ല. അത് കൊടുത്തു തുടങ്ങേണ്ട ഒരു സമയം അതിക്രമിച്ചിരിക്കുന്നുണ്ടെന്നതാണ് സത്യം. ഇങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്ക്രീനിങ്ങും ഐഡൻറ്റിഫിക്കേഷൻ ട്രീറ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ തന്നെയും അമ്മമാർക്കിടയിലെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ നമുക്ക് മാനേജ് ചെയ്യാവുന്നതാണ്. ആദ്യകാലങ്ങളിൽ ചോദ്യാവലി വാങ്ങാനും വാങ്ങിയാൽ തന്നെ അത് പൂരിപ്പിച്ചു നൽകാനും വലിയ വിമുഖത സ്ത്രീകൾ കാണിച്ചിരുന്നുവെന്ന് മാനസം ആരോഗ്യ പ്രവർത്തകർ ഓർമ്മിക്കുന്നു. ഈ ഒരു സമയത്ത് വീട്ടുകാർ പറയാറുണ്ട്, നിനക്ക് ഈ ഒരു സമയത്ത് ഈ മരുന്ന് കഴിക്കാൻ നല്ലതല്ല, അത് കുഞ്ഞിനെ ബാധിക്കുന്നതാണ് എന്നുള്ളത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ അവെയർ ചെയ്ത് കൊടുക്കും. നിങ്ങൾ കൺസീവ് ആവുന്ന സമയത്ത് കൺസീവ് ആണെന്ന് ഡോക്ടറെ അടുത്ത് കൺവിൻസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഇഷ്യൂസ് ഇല്ല, വലിയ സൈഡ് എഫക്റ്റ് ഇല്ലാത്ത മെഡിസിൻസ് ആയിരിക്കും അവർ തരുന്നുണ്ടാവുക എന്നുള്ളത്. ആരോഗ്യ പ്രവർത്തകരുടെ എണ്ണത്തിലുള്ള കുറവ് മുതൽ നിറയെ പരാധീനതകൾക്ക് നടുവിലാണ് ഇന്നും മാനസം മനസ്സറിഞ്ഞു പെരുമാറുന്നത്. കാരണം തങ്ങൾ അനുഭവിക്കുന്ന തീവ്രവും അതിതീവ്രവുമായ മാനസിക സമ്മർദ്ദങ്ങൾ ആരോടും തുറന്നു പറയാൻ കഴിയാത്ത സ്ത്രീകൾക്ക് എല്ലാം പറയാനും ആശ്വസിക്കാനും മാത്രമല്ല അവരെ ക്ഷമയോടെ കേൾക്കാനുമുള്ള ആരോഗ്യ പ്രവർത്തകരും ഉണ്ടാകുക എന്നതാണ് ഏറ്റവും വലിയ അനുഗ്രഹം. പലരെയും കണ്ടാൽ നമുക്ക് മനസ്സിലാവില്ല. എന്നാൽ നമ്മൾ അവരോട് സംസാരിച്ച് തുടങ്ങുമ്പോൾ, നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പറഞ്ഞു തുടങ്ങുമ്പോൾ അവരുടെ മുഖഭാവം പലപ്പോഴും മാറും. അവർ നമ്മൾ പോലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള റിയാക്ഷൻസിലേക്ക് അവർ പോകും. അവർ പൊട്ടിക്കരയാൻ തുടങ്ങും. കാരണം അവരുടെ ഉള്ളിൽ നമ്മൾ പുറമേ കാണുന്ന പല കാര്യങ്ങളും ആയിരിക്കില്ല ഉള്ളിലുണ്ടാകുന്നത്. വളരെ വിഷമിച്ചിട്ട് നമ്മൾ ചിരിച്ചുകൊണ്ട് വന്ന പല മുഖങ്ങളും നമ്മളൊരു 5 മിനിറ്റ് സംസാരിച്ച് കഴിയുമ്പോഴേക്ക് പൊട്ടിക്കരയുന്ന രീതിയിലേക്ക് എത്തുന്ന എത്രയോ ആളുകളുണ്ട്. പലരും ഇതൊക്കെ മനസ്സിലിങ്ങനെ അടക്കി വെച്ചിരിക്കുകയാണ്. പറയാനൊരാളില്ലാതെ വിഷമിക്കുന്ന ആളുകളാണ്. എന്നുവെച്ചാൽ അവർ പല കാര്യങ്ങളും പറഞ്ഞാൽ പലർക്കും മനസ്സിലാവുന്നില്ല. ഇന്ത്യയിൽ ആദ്യമായി അമ്മമാരുടെ മാനസികാരോഗ്യത്തിനായി ഒരു പെരിനാറ്റൽ സോഷ്യൽ വർക്കറെ നിയമിച്ചതും ഇവിടെയാണ്. എനിക്ക് ലഭ്യമായ വിവരങ്ങളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ കഴിഞ്ഞ 14 വർഷത്തിനിടെ ഏറ്റവും കൂടുതൽ കുഞ്ഞുങ്ങൾ കൊല്ലപ്പെട്ടത് കോഴിക്കോട് ജില്ലയിലാണ്. കുറവ് വയനാടും. ഇനിയെങ്കിലും ഒരു കുഞ്ഞുപോലും കൊല്ലപ്പെടാതിരിക്കാൻ സർക്കാർ തലം തൊട്ട് താഴേക്ക് അതീവ ജാഗ്രതയും ചികിത്സയും വൈകരുത്. കോഴിക്കോട് നിന്നും ക്യാമറമാൻ ഷാഫിക്കൊപ്പം ഫൗസിയ മുസഫ, ന്യൂസ് മലയാളം.